അപ്പോൾ 1 year എക്സ്പീരിയൻസ് ഒരു 3 months എക്സ്പീരിയൻസ്. അതെ. അപ്പോൾ 1 year എക്സ്പീരിയൻസ് ഒരു 3 months എക്സ്പീരിയൻസ്. അതെ. ഇതാണ് നമ്മളെ രണ്ടുപേരെയും ഒരു എക്സ്പീരിയൻസ്. ഒരേ വണ്ടി ഒരേ വർഷം എല്ലാം ഇതാണ്. ഇതാണ് പ്രൈസിൽ വന്ന വ്യത്യാസവും ഫീച്ചേഴ്സിൽ വന്ന വ്യത്യാസം. സെയിം ജനറേഷൻ, ഞങ്ങൾ രണ്ട് ജനറേഷൻ പറഞ്ഞാണ് ഇരുന്നത്. അപ്പൊ 3 തന്നെയാണ് രണ്ടും, വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പൊ ബാക്കി ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിപ്പം ഞാനിപ്പം 3 മാസം ഇതുവരെ ആയിട്ടില്ല, ആവാൻ പോകുന്നതേ ഉള്ളൂ. ഇതിപ്പം ഏകദേശം 1 വർഷം കഴിഞ്ഞു. ഇനി വരുന്ന ചേഞ്ചസ് നമ്മള് അടുത്ത ഈ ഒരു സർവീസ് ഉണ്ടായി കഴിഞ്ഞിട്ട് എന്തെങ്കിലും നോട്ടീസ് ചെയ്യണതനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതല്ലേ നല്ലത്. ഓക്കെ. അതെ, നമ്മളിതാണ് ഫിസിക്കൽ. നമുക്ക് ഇതിപ്പോ പെട്ടെന്ന് നമ്മൾ ഇതാണ് കുത്തിയിരുന്ന് കണ്ടുപിടിച്ച മിസ്റ്റേക്സ് ഒന്നും അല്ല, നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഫീൽ ചെയ്ത സാധനങ്ങൾ. അതായത് രണ്ട് കസ്റ്റമേഴ്സ് വീഡിയോ എടുക്കണം എന്ന് കരുതി പ്ലാൻ ചെയ്യുന്നല്ല, നമ്മള് ഇടക്കിടക്ക് നമ്മള് ഷെയർ ചെയ്ത കാര്യങ്ങൾ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിത് ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യാനാണെങ്കിൽ ഓരോ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴത്തേക്ക്. കാരണം ഇതിപ്പം 17,000 കിലോമീറ്റർ 5,000 കിലോമീറ്റർ ആവാൻ പോകുന്നതേ ഉള്ളൂ. ഇത് 1,00,000 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയ വാഹനങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ ഇനി അവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് ഇതുമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്. ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പം അതിലുള്ളത് അവരുമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പലർക്കും പല അനുഭവമാണ്. ഇപ്പൊ തന്നെയും നമ്മൾ രണ്ടുപേരും സർവീസ് സെന്ററിൽ ചെല്ലുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും കിട്ടുന്ന 2 രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ എന്താണ് ഇതിനിടയ്ക്ക് നമ്മൾ ആ ഗ്രൂപ്പിൽ തന്നെ സംസാരിച്ചിരുന്നത് വണ്ടി 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ബാറ്ററി ഡ്രോപ്പ് പോകുന്നു, നോക്കസ്റ്റിന് മാറ്റി കൊടുത്തു എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങൾ. അതൊന്നും വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ബാറ്ററി വില കൂടുതലായിരുന്നു. Gen 3 Gen 2ഉം Gen 3യും തമ്മിൽ നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. കാരണം Gen 2 ആണ് മാറ്റിയത്. Gen 2 ആണ് മാറ്റിയത്. അതൊരു 86 അല്ലേ, അറൗണ്ട് അത്രയും കണ്ടായി. 90 അടുപ്പിച്ചാണ് 86,000. പൈസ ആയില്ല അതിനകത്തായുണ്ട്. അതെ, അതിന്റെ ഒരു വില എന്ന് പറയുന്നത് ഇതാണ്. നമ്മളെ പറഞ്ഞത് 70,000 എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. ഈ പറച്ചിലും നമ്മളിപ്പോ വാഹനം ഇപ്പൊ എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. വാഹനം എടുക്കാൻ പോകുമ്പോ ആ ഒരു ഇതും നമ്മൾ വാഹനം കൈ കിട്ടിയതിന് ശേഷം രണ്ടാണ് എന്റെ അടുത്ത് പറഞ്ഞത്. പോലും നമുക്ക് നഷ്ടമില്ല എന്ന് പറയാം. കാരണം ഞാനിപ്പോ 3 മാസം ആയില്ല, 5,000 കിലോമീറ്ററോളം ഓടി. കാരണം എനിക്ക് അത്രയ്ക്ക് ഓട്ടം ഉള്ളത് കൊണ്ട് 90 ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച്. അതെ, ബാറ്ററിക്ക് കംപ്ലൈന്റ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റെന്തും നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ഇതേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിന്റെ ഇടക്കിടക്ക് ബെൽറ്റ് മാറേണ്ടി വരും. ബെൽറ്റ് ഈ 3 വർഷത്തിനകത്താണെങ്കിൽ അത് അതിനകത്ത് പോകും. അതെല്ലാം കംപ്ലൈന്റുകളാണെങ്കിൽ മാത്രമേ ഉള്ളൂ. നമ്മള് റിഫ്യൂസ് ആണെങ്കിൽ മാത്രമേ വലിയ പ്രശ്നങ്ങൾ ബെൽറ്റ് മാറേണ്ടി വരുമോ. അത്രയും വലിയ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ ഒരു കാര്യം, മോട്ടോർ കംപ്ലൈന്റ് എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആരും കേട്ടിട്ടില്ല. പിന്നെ ഈ അതിന്റെ പുള്ളികളും മറ്റുമൊക്കെ മാറുന്നതായിട്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഇനി എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് തമ്മിലുള്ള വ്യത്യാസങ്ങളും ഒരേ കാര്യങ്ങളും. കാരണം വണ്ടി ഇന്നലെ പോയി വണ്ടി എടുത്തു, ഇന്ന് അതിന്റെ ഫീഡ്ബാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഓട്ടിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് അതിന്റെ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അതെ, അപ്പൊ നമ്മള് രണ്ടുപേരും സംസാരിക്കുമ്പോ ഇത്രയും വ്യത്യാസങ്ങൾ ഇതിന് വരും. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇല്ല, വണ്ടി എടുത്തത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടായി എന്നുള്ളൊരു ഇതുവരെ തോന്നിയിട്ടില്ല. ഞാനത് ഇതുവരെ എടുത്തിട്ടില്ല, എനിക്ക് എടുക്കുകയാണ്. നല്ലതാണ് RS എടുക്കുന്നത്, നമ്മളെ സംബന്ധിച്ചത് നല്ലതാണ്. കാരണം നമുക്ക് ഇവരുടെ ഷോറൂമും നമ്മുടെ വീടും തമ്മിൽ ഏകദേശം 35 കിലോമീറ്ററിന് മുകളിൽ ഡിസ്റ്റൻസ് വരുന്നുണ്ട്. എങ്ങനെ നോക്കിയാലും ഒരു 30 കിലോമീറ്ററിന് മുകളിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിനൊരു വാഹനത്തിൽ കയറ്റി അവിടെ കൊണ്ട് ചെല്ലുമ്പോഴും നമുക്ക് ഈ 1200 ആണെന്ന് തോന്നുന്നു RS എടുക്കാനായിട്ട്. 1200 ടാക്സ് ഉൾപ്പെടെ 1200 അങ്ങനെയാണ്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കത് ലാഭമാണ്. പിന്നെ മറ്റു പ്രശ്നങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത്ര മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയൊന്നുമല്ല, നമ്മൾ ചെന്ന് നോക്കുമ്പോ മാറി ഒട്ടിച്ച് വരുമ്പോഴാണ് വണ്ടി ഒന്ന് ഒട്ടിച്ച് ഒരു 100 കിലോമീറ്റർ കഴിയുമ്പോഴാണ് നമുക്ക് ആ പഴയ ഫീലിങ്സ് വീണ്ടും ഉണ്ട്, അല്ലെ ആ ഒരു പഴയ ബുദ്ധിമുട്ടെല്ലാം വീണ്ടും ഉണ്ട്. ഇത് വ്യത്യാസമൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നത്. അതുപോലെ എന്നും ഇതുകൊണ്ട് സർവീസ് സെന്ററിൽ ഇട്ടിരിക്കാനുള്ള സമയമില്ല. അതാണ് ഇതിന്റെ മെയിൻ ഒരു കേസ്. നമുക്കിങ്ങനെ അടുത്താണെങ്കിൽ കുഴപ്പമില്ല. ഇത് വേറെ പ്രശ്നം, നമുക്ക് ചാർജ് കൊണ്ട് പോയാൽ കൃത്യം വേറെങ്ങും പോകാൻ പറ്റില്ല.
നമുക്കിത് ഒരു 10 മിനിറ്റ് അധികം ഓടിച്ചോണെങ്കിൽ പോലും നമുക്ക് പറ്റൂല. അതാണ് ഒരു വിഷയം. സർവീസ് സെന്റർ ലൊക്കേഷൻ അത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് രണ്ടും തമ്മിൽ ഏകദേശം 35 ഇവിടെ 2 കൃത്യം 41 കിലോമീറ്റർ അത്രയും വ്യത്യാസം വരുന്നുണ്ട്. കറക്റ്റ് നിൽക്കുന്ന സ്ഥലത്ത് 2 ഒരേ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ വീട്ടിൽ നിന്നാണെങ്കിൽ നമുക്ക് വഴയിലാണ് എളുപ്പം 28 അല്ലെ 28 കിലോമീറ്റർ, മറ്റൊരു 32 അങ്ങനെ എന്തോ അപ്പം വ്യത്യാസം വരും. കുറച്ചധികം ഓട്ടിച്ചോക്കണം. നമുക്ക് എന്തായാലും രാവിലെ നമുക്ക് പോയി വന്ന് ഒന്ന് ജസ്റ്റ് കറങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് ചാർജിങ് തീരും. അവര് പിന്നെ ഇങ്ങനെ ഒരു 5-10% സർവീസിന്റെ ഇടയിൽ കുറയും. ഇതില് ബാക്കി സോഫ്റ്റ്വെയർ, ബാറ്ററി, മോട്ടർ എല്ലാം സെയിം ആണ്. അതിന് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, എല്ലാവർക്കും അറിയാന്നുള്ളതായിരിക്കും. അപ്പം ജസ്റ്റ് ഇതിന്റെ മാറ്റങ്ങൾ ഫസ്റ്റ് വന്ന മാറ്റം ഇതാണ് സാധനം. ഇതിൻ്റെ ഈ ഒരു മോഡലാണ്. ഇതിൽ വേറെ പിടിക്കാനോ ഒന്നുമില്ല. ഹാൻഡ്ലിംഗ് ഒക്കെ ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ നോട്ടീസ് ചെയ്ത ഒരു കാര്യം, ഇതിൻ്റെ അകത്തൊരു 3 പിന്നും അതിൽ 2 പിന്നേ ഉള്ളൂ. അതെന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ കറക്റ്റ് എക്സാക്ട്ലി അറിയത്തില്ല. രണ്ടും ഒരേ ടൈം തന്നെയാണ് ചാർജിങ് കാര്യങ്ങളെല്ലാം വരുന്നത്. ഇതിൽ ഡേറ്റ പിന്നൊരു 3 പിന്നെ ചാർജിങ് 3 പിന്നാണ് പറഞ്ഞത്. അതിൽ ഡേറ്റ പിന്നും 3 തന്നെയാണ്, പക്ഷേ ചാർജിങ് 2 പിന്നേ ഉള്ളൂ. പിന്നെ ഫിസിക്കൽ ലുക്ക് ഇതാണ്. ഇത് കുറച്ചുകൂടി നമുക്ക് വെയിറ്റ് സെയിം വെയിറ്റ് ആണ് തോന്നുന്നല്ലേ? സെയിം വെയിറ്റ് ആണ്, പക്ഷെ നമുക്ക് ഹാൻഡ്ലിങ്ങിന് ഈസിയാണ്, കാണാനൊരു ഭംഗിയുണ്ട്. പിന്നെ നമുക്കിത് മൗണ്ട് വാളിൽ വേണമെങ്കിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്ട്രാ ആണ്, അതൊന്നും ഇതിൻ്റെ കൂടെ ഉള്ളതല്ല. വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ മൗണ്ട് ചെയ്ത് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ഈസിലി. ഇതാണ് ഇത് മെയിൻലി ഫസ്റ്റ് നമ്മൾ തോന്നിയൊരു വ്യത്യാസം. അതാണ് നമ്മുടെ കേബിളിന് ലെങ്ത് നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. ഇത് പഴയതും പുതിയതുമായിട്ട് ഏകദേശം 1 മീറ്ററിലധികം കേബിളിന് ഡിഫറൻസ് വരുന്നുണ്ട്. അത് ഒരു വലിയൊരു വ്യത്യാസമാണ്. പിന്നെ നമ്മുടെ പുതിയ ചാർജിങ് സോക്കറ്റിൽ വരുന്ന 2 പിന്ന് മാത്രമേ ഉള്ളൂ. ഡേറ്റയ്ക്കുള്ള 4 പിന്ന് കാണുന്നുണ്ട്. അത് നമ്മുടെ ഈ ചാർജറിൽ അത് വരുന്നില്ല. എനിക്ക് തോന്നുന്നു 4 പിന്ന് വരുന്നത് നമ്മുടെ ഫാസ്റ്റ് ചാർജറിന് വേണ്ടിയിട്ടായിരിക്കും. ഇത് ചുമ്മാ അത് വന്നേക്കണമെന്നോ അറിയത്തില്ല. അതും അറിയത്തില്ല, കാരണം എന്തായാലും 2 ഒരേ ടൈമിംഗ് തന്നെയാണ് ചാർജ് ആവുന്നത് ഏകദേശം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ പുതിയൊരു അപ്ഡേഷൻ വന്നതിന് ശേഷം ഏകദേശം ഇത് ഒരു തവണ എനിക്ക് ഏകദേശം 5.5 മണിക്കൂറോളം എടുത്തു. കാരണം 0 to 100 ആവാൻ വേണ്ടിട്ട് 5.5 മണിക്കൂറോളം എടുത്തു. 4.3 ആണ് പറയണത്. സാധാരണ പറയുന്നത് 4.3 അവരാണ് അവർ പറയുന്നത് ഫുൾ ചാർജിന് പറയുന്നത്. പക്ഷെ ഇത്രയും ടൈം നമുക്ക് കൂടുതലെടുത്തു. അത് മാത്രമല്ല, ഇനി വേറെ എന്തെങ്കിലും ബഗ്ഗോ എന്തോ ആണോന്ന് അറിഞ്ഞൂടെ. ഇനി ചാർജറിന്റെ അപ്ഡേഷൻ ഉണ്ടെന്ന് ഇങ്ങനെ ഇടയ്ക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതിന്റെ ഏതൊരു യൂസേഴ്സ് തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി അങ്ങനെ എന്തെങ്കിലും ആയതുകൊണ്ടാണോ ഇത്രയും ടൈം എടുത്തതെന്ന് അറിയത്തില്ല. രണ്ടാമത് ഫിസിക്കലി കാണുന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ബെൽറ്റിന് വരുന്ന ഒരു കവറിംഗ് ആണ്. ഇതിൽ കവറിംഗ് ഇല്ല, എന്നുവെച്ചാൽ ഇതുവരെ ഉള്ളൂ കവറിംഗ്, ഒരു പാർഷ്യൽ കവറിങ്ങേ ഉള്ളൂ. അത് പക്ഷേ ഫുള്ളി എൻക്ലോസ്ഡ് ആണ്. ഇത് ഡിഫറൻസ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗമുണ്ട്. കാരണം എന്തായാലും ഇത് ചെളി അടിക്കുമ്പോഴത്തേക്കും നല്ലോണം സൗണ്ട് കയറാറുണ്ട്. അത് ഉണ്ടായിട്ട് കയറാറുണ്ട്, പക്ഷെ അത് അല്പം കുറവാണെന്ന് തോന്നല്ലേ? കുറവാണ്. അതുകൊണ്ട് ആ ഒരു ഡിഫറൻസ് ആണ് അടുത്ത ഡിഫറൻസ്. അപ്പൊ ഇനിയുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഈ 2 വണ്ടിയും നമ്മൾ നേരത്തെ പറഞ്ഞ 1 വർഷത്തെ വ്യത്യാസമാണ്. കമ്പനി പുതിയ വണ്ടിക്ക് കുറെ ഓഫറുകൾ തന്നിട്ടുണ്ടായിരുന്നു. റേറ്റ് ഉണ്ട്. എനിക്ക് 180 സംതിങ് ആണ് ആയത്. 82. എനിക്ക് പുതിയ റേറ്റ് വന്നത് 193 ആണ് റേറ്റ് വന്നത്. വണ്ടി ഫിനാൻസ് ആണ്. ഓക്കെ, അത് നോക്കണ്ട. പിന്നെ ഇതിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കമ്പനി ഓഫർ എന്ന് പറയുന്ന ഒരു 3-4 ഓഫർ തന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു മെയിൻ ആയിട്ടുള്ള ഒരു ഓഫറാണ് 1 ഇയർ ഫാസ്റ്റ് ചാർജിങ് ഫ്രീ ആണ്. ഏകദേശം 5000 രൂപയ്ക്ക് ഉള്ള നമുക്ക് 5000 രൂപ വില വരുന്ന ചാർജിങ് നമുക്ക് 1 ഇയറിനകത്ത് ഏതാണോ ഫസ്റ്റ്, സാധാരണ പറയുന്ന ആ ഒരു സെറ്റപ്പ് തന്നെയാണ്. ഏതാണോ ഫസ്റ്റ് വരുന്നത് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 5000 രൂപയ്ക്കുള്ള ചാർജിങ് അത് ഇതിനില്ല. ഇത് നമ്മൾ 100 രൂപ, ജസ്റ്റ് 100 രൂപയ്ക്കുള്ളത് അവർ ചാർജ് ചെയ്യാൻ. 100 രൂപ ഇതിലുണ്ട്. 100 രൂപ നമുക്ക് ആപ്പിനകത്തുണ്ട്. അത് കൂടാതെയാണ് ഈ 5000 രൂപയുടെ ഓഫർ വണ്ടിക്ക് കിട്ടിയിരിക്കുന്നത്. അത് മാത്രമേ ഇതിൽ, അതാണ് വ്യത്യാസം വന്നേക്കുന്നത്. പിന്നെ രണ്ടാമത് വന്നേക്കുന്നത്, ഇതിൽ അക്സസറീസ് ഒന്നുമില്ലായിരുന്നു. മാറ്റില്ലായിരുന്നു, സീറ്റ് കവർ ഇല്ല, ഇതെല്ലാം സെപ്പറേറ്റ് ഇട്ടതാണ്. സീറ്റ് കവർ ആൾമോസ്റ്റ് 1000 വരും. മാറ്റ് 700 അങ്ങനെ സംതിങ് ആണ് വരുന്നത്. ഇതെല്ലാം സെപ്പറേറ്റ് ആയിരുന്നു. എനിക്കിതിപ്പോ വന്നിരിക്കുന്ന എനിക്ക് ആക്സസറീസ് എല്ലാം ഏകദേശം കിട്ടി. ഈ പറയുന്ന ഗ്രിപ്പ് ഉണ്ടായിരുന്നു, ഹാൻഡ് ഗ്രിപ്പ് ഉണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റിന്റെ ഈ ഗാർണിഷ് വരുന്നത് ഇവര് മാൻഡേറ്ററി ആയിട്ട് കൊടുക്കുന്നതാണ്. കാരണം ഈ ഒരു ഗാർണിഷ് അത് എന്റെ ഉണ്ട്. ഓക്കെ, അത് മാൻഡേറ്ററി ആയിട്ട് കൊടുക്കുന്നതാണ്. കാരണം ഇതിന് വിലക്കുറവുള്ളത് കൊണ്ട് കൊടുക്കുന്നു എന്നാണ് എന്റെ അടുത്ത് അന്ന് പറഞ്ഞത്. പിന്നെ ഒരു ആക്സസറീസ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രിപ്പാണ്, ഒരു ഗാർഡാണത്. സ്റ്റിക്കർ, ഒരു ജെൽ ടൈപ്പ് സ്റ്റിക്കർ ആണ്. അപ്പൊ ഇതെനിക്ക് വണ്ടിയുടെ കൂട്ടത്തില് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. സീറ്റ് കവർ കിട്ടി. പിന്നെ മാറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ വരുന്ന മാറ്റ് കുറച്ച് ക്വാളിറ്റി ഉള്ളതാണ്. ഞാനിത് MRP നോക്കിയപ്പോഴത്തേക്ക് 499 സംതിങ് ആണ്
MRP കിടന്നത്. ഈ സീറ്റ് ക്വാളിറ്റി ഉള്ളതാണ്. ഇത് നോക്കണ്ട, ഇത് പൂച്ച കയറിയതാണ്. പൂച്ച ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പക്ഷെ 1000 ആണ്, പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് സംഭവം. അപ്പം ഇത്രയും ആക്സറീസ് ആണ് ഇതിന്റെ കൂട്ടത്തിൽ ഫ്രീ ആയിട്ട് വന്നത്. പിന്നെ ഉള്ളൊരു കാര്യം നേരത്തെ പറഞ്ഞ ഈ ഒരു ഗാർഡിന്റെ കേസാണ്. അതൊരു മെയിൻ ഘടകമാണ്. ചെളി കയറാതിരിക്കാനായിട്ടുള്ള ഒരു മെയിൻ ഘടകമാണ്. കാരണം എന്നാലും അതിൽ കയറുന്നുണ്ട്, കയറുന്നുണ്ട്, പക്ഷെ എന്നാലും ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് കുറവായിരിക്കും. പിന്നെ ഒരു ബുദ്ധിമുട്ട്, ഇത് നമുക്ക് വാഷ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു ഗാർഡ് ഇരിക്കുന്നതുകൊണ്ട് നമ്മളൊരു പ്രഷർ വാഷറൊക്കെ ഇട്ട് വാഷ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട്, അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ഡിസ്പ്ലേക്കാണ്, മറ്റ് സംഭവങ്ങളൊന്നുമില്ല, വ്യത്യാസങ്ങളൊന്നുമില്ല. ഇത് തന്നെയാണ് ഇതിന്റെ മെയിൻ ഒരു സംഭവം. പിന്നെ ചെറിയ ഈ പറഞ്ഞ എഴുതിയേക്കണത് കുറച്ച് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇതാണ് ഇതിൻ്റെത്. അതെ, ഇതൊരു പ്രൊജക്ഷൻ ടൈപ്പിലാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്ക് മറ്റൊരു പഞ്ചിങ് ടൈപ്പ് ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ വേറൊരു വ്യത്യാസം വന്നത് വാരന്റിയാണ്. ചാർജർ രണ്ടും സെയിം ആണ്, 36 months 3 വർഷം. വെഹിക്കിൾ വാരന്റിയും സെയിം ആണ്, 3 വർഷം തന്നെയാണ്. പിന്നെ വരുന്നത് ബാറ്ററി വാരന്റി 5 year. പക്ഷെ ചേട്ടന് വാങ്ങിയപ്പോൾ അത് 7 year എന്നാണ് പറഞ്ഞത്, പക്ഷെ അതില്ലായിരുന്നു. പിന്നെ ചേട്ടൻ വന്ന് വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത്, ഒരു 5000 രൂപ എടുക്കുമ്പോഴത്തേക്കും ബാറ്ററി 80,000 കിലോമീറ്റർ, 5 വർഷം അല്ലെങ്കിൽ 60,000 കിലോമീറ്റർ. പക്ഷെ ചേട്ടൻ 5000 രൂപ അടച്ചപ്പോഴത്തേക്കും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റി. 8 വർഷം അല്ലെങ്കിൽ 80,000 കിലോമീറ്റർ എക്സ്ട്രാ പൈസ അടച്ച് എടുക്കാൻ പറ്റി. അതാണ് വേറൊരു വ്യത്യാസം വന്നത് ഇതിൽ. പക്ഷെ ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. എനിക്ക് ആ ഓപ്ഷൻ ഇല്ല. ഞാൻ നോക്കിയത് അപ്പോഴത്തേക്കും കഴിഞ്ഞ ഏതോ ഒരു പർട്ടിക്കുലർ ടൈമിന് ശേഷം ഇറങ്ങിയ വണ്ടിയൊക്കെയാണ് അവർ ആ ഒരു ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. എൻ്റെ വാങ്ങിച്ച് 1 വർഷത്തിൽ ഫുള്ളായി 17,833 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 3 സർവീസ് കഴിഞ്ഞു. ആദ്യത്തെ 2 സർവീസ് 1000-നകത്ത്, ഒരു 800 സംതിങ്ങും 900 സംതിങ്ങും. 3ാമത്തെ സർവീസ് ഒരുപാട് പണി വന്നു. കാരണം ഇതിൻ്റെ ഹാൻഡ്ലിങ് ഭയങ്കര പ്രശ്നം വന്നു. അങ്ങനെ അതൊരു 2ാം സർവീസിൽ അവർ റീസെറ്റ് ചെയ്തു, ഫുള്ള് റീസെറ്റ് ചെയ്ത് തന്നത്. എന്നിട്ടും ഹാൻഡ്ലിങ് ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ 3ാമത് കൊണ്ട് ചെന്നപ്പോഴത്തേക്കും അത് പറഞ്ഞപ്പോഴത്തേക്കും അവർ US ഫോർക്കിൻ്റെ അകത്തുള്ള ഓയിൽസ്, അങ്ങനെ എന്തൊക്കെയോ ഓയിൽ കുറേ ചേഞ്ച് ചെയ്തു. അതെല്ലാം കൂടെ എനിക്ക് 3000 രൂപ. അതിനൊന്നും വാരണ്ടി കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് അവർ പറയുന്നത്. ആദ്യത്തെ 2 സർവീസ് കൊടുത്തത് കൂട്ടുകാരൻ കാശ്, അവരെ സർവീസ് സെൻ്ററിലാണ് കൊടുത്തത്. പോപ്പുലർ അവരത് തന്നെയാണ്. അപ്പോൾ അവരതാണ് കൂട്ടുകാരൻ കാശ്, അവിടെയാണ് കൊടുത്തത്. അവിടെ 2 തവണ ഞാൻ പറഞ്ഞിട്ട് അവരൊന്നും ചെയ്തില്ല. കാരണം കൊണ്ടുപോകും, അവർ എല്ലാം റീസെറ്റ് ചെയ്തെന്ന് പറഞ്ഞു. കൊണ്ടുവരുമ്പോഴത്തേക്ക് ഒരു ബാലൻസ്, അതായത് നമ്മളിപ്പം കൈയൊന്ന് വിട്ടു വെക്കുമ്പോൾ ജസ്റ്റ് വിട്ടു വെക്കുമ്പോൾ തന്നെ അറിയാം അത് എങ്ങോട്ടെങ്കിലും അങ്ങ് പോകും വണ്ടി. അപ്പോൾ നമുക്ക് എന്താണ്, കൈ ഭയങ്കര കഴപ്പാണ്. ഒരുപാട് നേരം ഓട്ടിക്കണമെന്നുണ്ടെങ്കിൽ കൈ അഴക്കി വരുന്നു. അതായത് വെച്ചത്. അപ്പം 3ാമത് ഞാൻ സാരഥി, ചേട്ടൻ വണ്ടി എടുത്തത് സാരഥിയിൽ നിന്നാണ്. അപ്പം അവിടെ കൊണ്ട് കൊടുത്തു നോക്കി. അവിടെ കൊണ്ട് കൊടുത്തപ്പോഴാണ് ഇവർ ഈ സാധനങ്ങളെല്ലാം മാറ്റിച്ചത്. മാറ്റിയപ്പോഴും ചെറിയൊരു ഇതുണ്ടായിരുന്നു. നമുക്ക് അറിയാവുന്ന ചേട്ടനെ കൊണ്ട് കാണിച്ചപ്പോഴും പറഞ്ഞു കോണും ബോളും ടൈറ്റ് ആണെന്ന് തോന്നുന്നു പറഞ്ഞു. കാരണം നമ്മൾ ഇതിനകത്ത് സർവീസ് ഇത് വാരണ്ടി ഉള്ളതായിട്ട് നമ്മൾ തൊട്ടില്ല. ഡയറക്റ്റ് അവിടെ തന്നെ പോയി കാര്യം പറഞ്ഞു, ഇങ്ങനെ ടൈറ്റ് ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് റെഡിയാക്കി. പക്ഷെ അങ്ങോട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ് പ്രശ്നമെന്ന്. എന്നിട്ടാണ് അവർ മാറ്റി തന്നത്. ഏതാണക്ക് അത് 3000-ന് മേളിലായി സർവീസ്. കാരണം ഇത് ഇത്രയും അന്നോട്ടേ പറയാണ്, അന്നോട്ടേ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് പ്രശ്നം ഉണ്ടെന്ന്. എന്നിട്ട് പോലും അവർ അതെല്ലാം മാറണതിന് പൈസ വാങ്ങിച്ചു. കോണുബോൾ മാറി കേട്ടോ, കോണുബോൾ മാറിയെന്നാണ് അവർ പറയുന്നത്. ഞാനും എൻ്റെ ഫാദറാണ് യൂസ് ചെയ്യണം. ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യം പയ്യൊക്കെ ഓട്ടിക്കുന്ന ആൾക്കാരാണ്. അധികം സ്പീഡിലൊന്നും പോകാറില്ല. എന്നിട്ടും ഈ ടയർ ലാസ്റ്റ് ചെയ്തത് ഏകദേശം ഒരു 16,000 കിലോമീറ്റർ ആണ്. സാധാരണ നമുക്കൊരു 20,000 കിലോമീറ്റർ ആണ് ഒരു സ്കൂട്ടി ടയർ ലാസ്റ്റ് ചെയ്യുന്നത്. ഇത് സാധാ ഒരു സ്കൂട്ടിയേക്കാളും കുറച്ചും കൂടെ വലിയ ടയറുമാണ്, കുറച്ചും കൂടെ ഉണ്ട്. എന്നിട്ട് പോലും ലാസ്റ്റ് ചെയ്തത് 16,000 കിലോമീറ്റർ ആണ്. ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. നമ്മളും 20 അടുപ്പിച്ചാകുമ്പോഴാണ് സാധാരണ നമ്മൾ നോക്കണം. 20 എന്നുള്ള 22 ചിലപ്പോൾ ഓടാറുണ്ട് നമ്മൾ ഓടുന്നതിനനുസരിച്ച്. ഇത് പക്ഷേ 16,000 കിലോമീറ്റർ ആയപ്പോൾ പെട്ടെന്ന് ടയർ കീറിപ്പോയി ഒറ്റയടി വരുന്ന വഴി. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ നമ്മൾ അടുത്തൊരു എൻ്റെ ഫാദറിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കടയിൽ നിന്ന് തന്നെ ടയർ വാങ്ങി. പക്ഷേ ഇതിവിടെ എങ്ങും മാറാൻ പറ്റത്തില്ല. പിന്നെ രണ്ടാമത് ഭാഗ്യവശാൽ ഞാൻ RSA സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. 1,200 അങ്ങോട്ടാണ് ആ റേഞ്ചിനകത്തുള്ള RSA സബ്സ്ക്രിപ്ഷൻ ഉള്ളത് കൊണ്ട് ഞാൻ വിളിച്ചു. എമർജൻസി അസിസ്റ്റാണ്. ഞാൻ റോഡിൻ്റെ സൈഡിൽ നിൽക്കുകയാണ്. വിളിച്ചപ്പോഴത്തേക്കും അവർ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു. 2 മണിക്കൂർ കഴിഞ്ഞു, 3 മണിക്കൂർ കഴിഞ്ഞ് വന്നില്ല. പിന്നെ ഞാൻ ആ വണ്ടി അവിടെ വച്ചിട്ട് എങ്ങനെയെങ്കിലും ഇഞ്ഞു കൊണ്ടുവന്നു. വണ്ടി ഇവിടെ കൊണ്ട് വച്ചിട്ട് ഞാൻ കഴിഞ്ഞു. പിന്നെ 2ാമത്തെ ദിവസം വിളിക്കേണ്ടിരുന്നു അവരെ. കാര്യം പറഞ്ഞത് എനിക്ക് ഇത്രയും നമുക്ക് ഒരു റോഡ് സൈഡിൽ 3 മണിക്കൂർ വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ ഒന്നുമില്ല. നമുക്ക് 1 മണിക്കൂറൊക്കെ മാക്സിമം വെയിറ്റ് ചെയ്യാം, പ്രശ്നമില്ല. പക്ഷെ 3 മണിക്കൂർ വെയിറ്റ് ചെയ്യണത് അത്ര പോസിബിൾ അല്ല. എന്നാലും വന്നു, ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു. അവർ കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്കാണ് ഇത് വരുന്നത് വേറൊരു ഏജൻസി കണക്കെന്തോ ആണ്. ഇവർ ഷോറൂമായിട്ടൊരു ബന്ധമില്ല. ഇവരിവിടെ സാധനം പിക്ക് ചെയ്ത് അങ്ങ് എത്തിയപ്പോഴത്തേക്കും ഷോറൂം അടച്ചു. പിന്നെ നമ്മൾ ഷോറൂമുകാരെ വിളിച്ച്, അപ്പം അവരെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ഷോറൂം അടച്ചു, ബാക്കിൽ സെക്യൂരിറ്റി കാണും, അവിടെ പോയി പറഞ്ഞാലെന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് പോയി പറഞ്ഞാണ് അവസാനം ഇത് ഓപ്പൺ ചെയ്ത് അവിടെ വച്ചു. അത് ശനിയാഴ്ച വൈകിട്ടായി. ഞായറാഴ്ച ഫുൾ അവിടെ ഇരുന്നു. തിങ്കളാഴ്ച രാവിലെയാണ് ഈ വണ്ടി അവരെ എടുക്കുന്നത് തന്നെ.
നമുക്കത് ഒരു കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ല. സാധനം എവിടെ എത്തി, ഇപ്പൊ കൊണ്ടുപോകുന്നവര് ആരാണെന്ന് ഷോറൂമാർക്കും അറിഞ്ഞുകൂടാ, നമുക്ക് ആ പേഴ്സണെ അറിയാം, നമ്പറുണ്ട് എന്നുള്ളതല്ലാതെ വേറെ ഒരു ഇതില്ല. പിന്നെ നമുക്ക് ഒരു ധൈര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലൈവ് ട്രാക്കിംഗ് കിട്ടും. ആ ഒരു ധൈര്യത്തിലാണ് എന്തായാലും കൊടുത്ത് വിട്ടത്. ഇവിടെ നിന്ന് ട്രിവാൻഡ്രം ഓൾമോസ്റ്റ് 40 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് ക്ലിപ്പാലല്ലേ, 40 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. അപ്പൊ അവിടെ കൊണ്ടുപോയി, എന്നിട്ട് രാവിലെ അവിടെ കൊണ്ടുവന്നു. അവരെ വിളിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു. ചെന്നപ്പോഴത്തേക്കും അവർക്ക് ടയർ നമ്മളതിന്റെ ഇവരെ കൂടെ തന്നെ കയറ്റി വിട്ടു. നമ്മൾ വാങ്ങിച്ച ടയർ അവരെ തന്നെ കൊടുത്തു വിട്ടു. അത് തന്നെ മാറുന്നത് സംഭവം അവർ ഫുൾ ഫ്രീ എന്നാണ് പറഞ്ഞേക്കുന്നത്. RC എല്ലാം കൂടെ മാറുന്നതിന് ആൾമോസ്റ്റ് 400 രൂപ അവർ വീണ്ടും വാങ്ങി, മാറാൻ മാത്രം 400-450 അങ്ങോട്ട് വാങ്ങി, മാറാനും ഇത് മാത്രം. അതും മാറുന്നത് അവിടെയല്ല, അതും പുറത്തുണ്ടായി ഊരണതിന് മാത്രം. ജസ്റ്റ് ടയർ ഊരുന്നതിന് 350-100 രൂപ സാധനം മാറിത്തരാൻ വെളിയിൽ കൊണ്ടുപോയാണ് അത് ചെയ്തത്. അത് അവർ തന്നെ പറഞ്ഞു, വേറെ എവിടെ കൊണ്ടുപോയാണ് ചെയ്യണമെന്ന് അവർ തന്നെ പറഞ്ഞു. ഇതാണ് ഇതിന്റെ സിറ്റുവേഷൻ. പക്ഷെ നമുക്ക് ആ ഒരു RC ഉള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ട് വന്നില്ല. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു 40 കിലോമീറ്റർ പുള്ളിക്ക് അങ്ങനെ ഒരു 1000 ആയാന് RC ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അത് നമുക്കൊരു നെഗറ്റീവാണ്. അടുത്തെങ്ങും ഇല്ല. പിന്നെ ഇതൊരു ഊരാൻ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. പിന്നെ ഈ വീണ്ടും ഊരിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വീണ്ടും പൈസ വാങ്ങിക്കുന്നതും അതെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അത് മാത്രമാണ് ഇതിലൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത്. ബാക്കി ചാർജിങ് ആയാലും ബാക്കി എല്ലാം നല്ല സർവീസാണ്. ഇതുവരെ നല്ല തന്നെയായിരുന്നു. എന്തായാലും എടുത്തത് ഒരു വർത്തായിട്ടുള്ള സാധനമായിരുന്നു.